നമ്മൾ നിരവധി വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. ഇപ്പോൾ എന്തുകൊണ്ട് വനനിയമ ഭേദഗതി പാടില്ല എന്ന് പറഞ്ഞതിന്റെ സാക്ഷ്യപത്രമാണ്. എനിക്ക് തോന്നുന്നു ഈ മാസം 10ാമത്തെ മരണമാണ്. 7 സ്ഥലത്ത് ഞാൻ നേരിട്ട് പോയതാ മരിച്ച വീടുകളിൽ. അപ്പൊ ഈ ദുരന്തം തുടരുകയാണ്. ഇപ്പൊ DFO വരും, കളക്ടർ വരും, മറ്റൊരു വരും, മറിച്ചോല് വരും. ഒരു 5 ലക്ഷത്തിന് ചെക്ക് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുക. ഒരു മനുഷ്യൻ മരിച്ചു വീണാൽ കിട്ടുന്ന കോമ്പൻസേഷൻ വെറും 10 ലക്ഷമാണ്. ആ 10 ലക്ഷത്തിന് 5 ലക്ഷം കേന്ദ്രം നൽകുന്ന. കേന്ദ്രം ആൾറെഡി പൈസ കൊടുത്ത് 5 ലക്ഷം അവിടെ എഴുതി വെച്ചിരിക്കുക. ആളെ പേര് അടുത്ത രക്തസാക്ഷി ആരാണ് എന്ന് അറിയാൻ കാത്തിരിക്കുക. ആ എഴുതി ഒപ്പിട്ടത് കൊടുക്കും. പിന്നെ 5 ലക്ഷം കുറച്ച് കഴിഞ്ഞാൽ കൊടുക്കും. അപ്പോൾ ഒരു ഓട്ടോറിക്ഷ തട്ടി ഒരു മനുഷ്യൻ മരിച്ചാൽ 25-50 ലക്ഷം രൂപ ഇൻഷുറൻസ് കിട്ടുന്ന ഒരവസ്ഥ ഈ നാട്ടിലുണ്ട്. അപ്പം നിങ്ങളിതിൽ മനസ്സിലാക്കേണ്ടത് ഇതൊരു വളരെ വലിയ വിഷയമാണ്. ഇതിൻ്റെ ഒരു ഡേഞ്ചറസ് സിറ്റുവേഷൻ, ഇതിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളം. ഇപ്പം ഇവരിപ്പോൾ കാട്ടിലാണെന്ന് പറയും. വനാവകാശികൾ കാട്ടിലല്ലാതെ കടലിൽ പോയി ജീവിക്കാൻ പറ്റുമോ? അവർ ജീവിക്കുന്ന അവരുടെ കോളനിയുടെ ചുറ്റുപാടും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ബാധ്യത ആർക്കാണുള്ളത്? ഗവൺമെൻറ്റിനുണ്ട്. 1-2 കിലോമീറ്റർ അവർ കൃഷി ചെയ്യുന്ന ആ വീടിന് ചുറ്റുമല്ല, അവരുടെ കൃഷി പ്രദേശങ്ങൾ. ഇപ്പോൾ ആട് മേയ്ക്കാൻ പോയതാണ്. ഉൾക്കാട്ടിലല്ല, ഇവരെന്താ പറയുക, കാട്. വനവാസികൾ മുഴുവൻ കാട്ടിലല്ലേ. കരുളായിൽ മണി മരിച്ചവൻ പറഞ്ഞു കാട്ടുന്ന ചവിട്ടിക്കൊന്നു. മണി അവന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ റോട്ടിലിട്ടാ ചവിട്ടിക്കൊള്ളുന്നത്. അപ്പം വനവാസികളെ വനത്തിൽ നിർത്തുമ്പം അവർക്ക് അതിന്റെ പ്രൊട്ടക്ഷൻ കൊടുക്കണം. അത് കൊടുക്കാൻ ഒരു മാർഗമില്ല. നിങ്ങൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് ഇതിലൊരു എന്താ പറയുക, ഭരണകൂട ഭീകരത ഫോറസ്റ്റിന്റെ ഭാഗത്തുനിന്നുണ്ട്. ഈ പശ്ചിമഘട്ടത്തിൽ നിന്ന് മനുഷ്യരിറങ്ങിപ്പോകുക എന്നത് അവരുടെ ആവശ്യമാണ്. പശ്ചിമഘട്ടത്തിന്റെ വനവ്യാപ്തി വർദ്ധിപ്പിക്കുക എന്നത് ലോകരാജ്യങ്ങളുടെ ആവശ്യമാണ്. അതിന് പിന്തുണ കൊടുക്കുന്ന നിലപാടാണ് ഈ പശ്ചിമഘട്ടത്തിലെ ഫോറസ്റ്റ് എടുക്കുന്നത്. ഓരോ സ്ഥലങ്ങളിലും ആളുകൾ വിറ്റുപോവുകയാണ്, വീട് വിറ്റുപോവാണ്. ഞാൻ ഇന്നലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു, DCC പ്രസിഡന്റ് ജോയി പല ഘട്ടത്തിൽ എന്നോട് പറഞ്ഞു, അൻവർക്ക നമുക്ക് വിറ്റുപോകാൻ പറ്റില്ലല്ലോ, നമ്മളെങ്ങനെയാണ് വിറ്റുപോവുക? പലരും വിറ്റുപോയി കഴിഞ്ഞു കിട്ടുന്ന കാശിന്. അപ്പം ജനങ്ങളെ നിർബന്ധിതമായ സാഹചര്യത്തിൽ ജനങ്ങൾ റോട്ടിലേക്ക് ഇറങ്ങി പോവും. പിന്നെ ഇവിടുന്ന് പോകാത്തത് ആരാ? വനവാസികളാ. ഇവർക്ക് വനാവകാശ നിയമമുണ്ട്. ഒരു നിലക്കും ഇവരെ പുറത്താക്കാൻ പറ്റില്ല. അപ്പം ഇനി അവർക്ക് ജീവിക്കാം. അപ്പോൾ ഈ പറയുന്ന മൃഗങ്ങളുടെ ആക്രമണം നടന്നോട്ടെ. 10 മരിച്ച് വീഴുമ്പോൾ സ്വാഭാവികമായിട്ടും പെട്ടിയും കട കൊടുത്തിട്ട് ഇവരിറങ്ങും. അപ്പം നിർബന്ധിതമായ സാഹചര്യം ഉണ്ടാക്കുക, ഭരണകൂട ഭീകരത ഇത് തന്നെയാണ്. ഇനിയിപ്പോൾ ഇവിടെ സമരം ചെയ്യും, കലക്ടർ വരണം എന്നൊക്കെ പറയണ്ട എല്ലാവരും. എന്താ കലക്ടർ വന്നിട്ട്? ഞാനിപ്പോ പറഞ്ഞു, ഇവിടെ ഉള്ള പഞ്ചായത്ത് പ്രസിഡന്റ് ഉസ്മാൻ ഇതിന് വളരെ സാക്ഷിയാണ്. DCPയുടെ ഷൗക്കത്തയുടെ കാര്യ ഷൗക്കത്ത് ഇവിടെ ഉണ്ട്. ഞങ്ങളിത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് കേരളം മുഴുവൻ വനമേഖലയിൽ ഇത് കൊണ്ടുപോയിരിക്കുക. അപ്പൊ ഇതിന് സ്വാഭാവികമായിട്ടും ഇതിനൊരു നിയന്ത്രണം വേണം. ഞാനിപ്പോ പാർട്ടി ചേർന്ന് തൃണമൂലിനെ പോയി കണ്ടപ്പോൾ ഞാൻ ആകെ വെച്ച ഡിമാൻഡ് എന്താ? 40 MP രാജ്യത്തിന്റെ പാർലമെന്റിൽ ഇത് ഏറ്റെടുത്തെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുള്ളൂ. 972 തൊട്ട് കഴിഞ്ഞ 55 കൊല്ലമായി, 972 നമ്മളെ വനനിയമം വരുന്നത്. നിങ്ങൾ പത്രക്കാർ ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. അതുവരെ നമുക്കിവിടെ വെടിയാക്കായിരുന്നു, നായാട്ടാക്കായിരുന്നു, എന്താ പറയാ, ഈ മലവാരത്തുള്ളതൊക്കെ മനുഷ്യരത് വേട്ടയാടി ഭക്ഷിച്ചൊക്കെയാണ് ഇത് നിയന്ത്രിച്ചിരുന്നത്. നിയമം എന്ന് ശക്തമായോ അന്നത് പെറ്റുപെരുകാൻ തുടങ്ങി. അപ്പോൾ സ്വാഭാവികമായിട്ട് ലോകരാജ്യങ്ങളിലൊക്കെ ഇതിന് നിയന്ത്രണമുണ്ട്. ആ നിയന്ത്രണം കേന്ദ്രം ഏർപ്പെടുത്തണം എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഈ മനുഷ്യരിങ്ങനെ മരിച്ചു വീഴും. നിയമം എന്ന് പറഞ്ഞാൽ മനുഷ്യനുള്ളതാണ്. ഇവിടെ ആവാസ വ്യവസ്ഥിതി എന്ത് പറഞ്ഞാലും പറയും. ആ ആവാസ വ്യവസ്ഥിതിയിലെ നമ്പർ 1 അതിൻ്റെ എന്താ പറയുക മനുഷ്യരാണ്. ആ മനുഷ്യർക്ക് മലബാരത്ത് ജീവിക്കുന്നവർക്ക് ഒരു എന്താ പറയുക, ഒരു നിയന്ത്രണം, ഒരു സഹായം ഇല്ല. ഇത് തുടരും. നിസ്സഹായരാണ് മനുഷ്യർ.